ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അതുപോലെ തന്നെ ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ നല്ലൊരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, എന്നാലും എനിക്കിതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ നിങ്ങൾ കമൻസും കൂടി അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം മഴയെല്ലാം ഒന്ന് കുറഞ്ഞ ആ ഒരു ടൈമിനാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ മഴയെല്ലാം നല്ല പോലെ ഇല്ല ആ ഒരു സമയത്ത് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ മഴ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മഴയാണെന്നല്ല, അപ്പം മഴ വരാനില്ല ആ ഒരു ത്രില്ലിലാണ് കേട്ടോ പുറം ഭാഗമെല്ലാം നിൽക്കുന്നത്. കാരണം നല്ലൊരു രസമാണ് ഈ ഒരു വൈകുന്നേരം നമ്മളിങ്ങനെ മുകളിലെല്ലാം വന്നിട്ട് ആ ഒരു പച്ചപ്പും ഇതെല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇവിടെ മുകളിൽ ഞാൻ കുറേ നാളായി കേട്ടോ കയറിയിട്ട്. അതായത് എൻ്റെ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം മുകളിലാണ്, പക്ഷെ നമ്മൾ മുകളിൽ അങ്ങനെ യൂസ് ആക്കലൊന്നുമില്ല. നമ്മൾ അത്രയും മെമ്പേഴ്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ താഴെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ ടൈം കഴിഞ്ഞ് പിന്നെ നല്ലൊരു മഴ വന്നിട്ട്, മഴ എന്ന് പറഞ്ഞാൽ നിൽക്കാത്തൊരു മഴയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കയറുന്നത്. ഇതുവരെ വെള്ളമൊന്നും ഇങ്ങനെ കയറിയിട്ട്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ റോഡെല്ലാം ഇങ്ങനെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു മഴ ഫസ്റ്റാന്ന് തോന്നിട്ടാ ഇല്ലത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ആ ഒരു ഫുട്പാത്ത് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എന്തോ ബ്ലോക്കായതുകൊണ്ട് ഇവിടെ റോഡ് മൊത്തം വെള്ളം കയറിയിട്ടാണ് കേട്ടോ ഉണ്ടായതൊരു വണ്ടിയെല്ലാം പോകുമ്പോൾ നല്ലൊരു തിരമാല വരുന്ന ആ ഒരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായത്. ഇത് കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നിയിന്. പക്ഷെ കുറേ നാട്ടിൽ എവിടെയല്ലോ നമ്മൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഇല്ല അൽഹംദുലില്ലാ. കുറേ നാട്ടിലെല്ലാം വെള്ളം കയറിയിട്ടും ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. അപ്പം അതിൽ നിന്നെല്ലാം എല്ലാവരെയും പഠിച്ചോൻ കാക്കട്ടെ എന്ന് പറയാം. അപ്പം ഇവിടെ അങ്ങനെ വെള്ളം കയറി പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ ആ ഒരു വെള്ളമെല്ലാം അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഹംദാനും ആയിഷും എല്ലാം ഇങ്ങനെ ഫസ്റ്റാണല്ലോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്, നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ പിന്നെ വെറുതെ അങ്ങനെ ഞാൻ വീഡിയോ എല്ലാം എടുത്തതാണ്. പിന്നെ ആ ഒരു വെള്ളമെല്ലാം നോർമലി ആയിട്ട് അങ്ങനെ താണു പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സാക്കിയിട്ട് അങ്ങനെ ഒരു വ്ളോഗാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പിറ്റേന്ന് ഞാൻ പയ്യന്നൂർ പോയ ആ ഒരു ടൈമിന് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതിങ്ങനെ കണ്ടേരം എന്തോ ഒരു പൂതി കപ്പ കഴിക്കണമെന്ന്. ഞാനങ്ങനെ ഇങ്ങനത്തെ കപ്പ ചെയ്തിട്ടൊന്നും അങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതായത് ഈ കപ്പ ചക്ക ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ ഒരു പച്ചയോടെ കഴിക്കാൻ എനിക്ക് എന്തോ ഒരു പാങ്ങാന്ന്. അതായത് ആ ഒരു ചെറിയൊരു മധുരമായിട്ട് കഴിക്കാൻ വേറെ തന്നെ ഒരു രസമാണ്. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിട്ടാ. ഈ കപ്പ ഇങ്ങനെ ആ ഒരു ആ ഒരു ഫ്രഷോടെ കഴിക്കാൻ അത് നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ചക്കയായാലും ആ ഒരു പച്ചച്ചക്ക കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ അപ്പോൾ ഉമ്മ പറഞ്ഞ ഏതായാലും നീ വാങ്ങിച്ചതല്ലേ, നമുക്കിത് കപ്പയും മീൻ കറിയും അങ്ങനെ എല്ലാം ആക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ ഒരു ഫ്രഷോടെ തന്നെ കപ്പ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കപ്പ ഒരു പച്ചക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കപ്പ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ്. അപ്പോൾ ഇതെല്ലാം നോർമലി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പക്ഷേ ചില ആൾക്കാർ അറിയാത്ത ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊന്ന് കണ്ട് പഠിച്ചോ. അപ്പോൾ ഇതാ നമ്മൾ കപ്പ ആടുന്ന് കുക്കാകുന്ന ടൈമിൽ തന്നെ ഞാൻ പിന്നെ ആയിഷുവിനെല്ലാം ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ തലേ ദിവസത്തെ പോലെയല്ല, പിറ്റേന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ ഉണ്ടായത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പുരയും നമ്മൾ ആ ഒരു ചുറ്റുപാടെല്ലാം കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണല്ലേ നമുക്ക്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ദൂരെല്ലാം നിൽക്കുന്നതാകുമ്പോൾ നല്ല പോലെ നമുക്ക് ഫീലാകുന്നതാണ് നമ്മളെ പുരയും നമ്മൾ ആ ഒരു ചുറ്റുപാടെല്ലാം.
അതുപോലെ തന്നെ എനിക്ക് 2-3 കമൻസ് വന്നിട്ടുണ്ടായി നമ്മളെ മുറ്റവും ആ ഒരു ഗാർഡനും ചെടിയും എന്താ നമ്മൾ ഈ കിണറിൻ്റെ ആ ഒരു മോഡലെല്ലാം ഒന്ന് കാണിക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് അങ്ങനെ വലിയ കാര്യമായ ഗാർഡനൊന്നും അല്ല കേട്ടോ, കാര്യമായതല്ലെങ്കിലും നമുക്കിത് അടിപൊളി തന്നെയാണ് കേട്ടോ നമ്മളെ ഗാർഡൻ. അതായത് നമ്മളിങ്ങനെ സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ ആക്കി കൊടുത്തത്. കാരണം നമ്മളിങ്ങനെ നല്ല എന്താണ് കുറേ എന്തെല്ലോ മോഡലിലായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ എന്താണ് മെയിൻ്റെ ആക്കണം അതിൻ്റെ. അപ്പോൾ അതൊന്നും എന്താണ് ആർക്കും ടൈമില്ല, ആരും ഇവിടെ ഇല്ല, അങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്കെല്ലാം പണിയല്ലേ, പിന്നെ അതെല്ലാം വെറുതെ അങ്ങ് നശിച്ചു പോവുകയും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഗാർഡനെല്ലാം ഇവിടെ സെറ്റാക്കിയത്. അപ്പോൾ അതെല്ലാം ഇൻഷാല്ല ഞാൻ വേറൊരു വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞു തന്നേ ഇല്ലു. അപ്പോൾ ഇതാ ഞാനങ്ങനെ കറിവേപ്പിലയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ കപ്പയും നല്ല മത്തിക്കറിയാണ് കേട്ടോ ഇന്നാക്കുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു പൂതി തോന്നി. അപ്പോൾ പൂതി തോന്നുമ്പം തന്നെ നമ്മളതാക്കണം അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉമ്മ ഇടുന്ന് മത്തിയെല്ലാം നല്ല കഴുകി നല്ല കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിഷെല്ലാം കട്ടാക്കിയിട്ട് കഴുകുന്ന ടൈമിലുണ്ടല്ലോ നമ്മളെ കല്ലുപ്പ് ഉണ്ടല്ലോ, അപ്പോൾ കല്ലുപ്പ് ഇങ്ങനെ എന്താണ് നമ്മൾ ഈ ഒരു മൺചട്ടിയിലിട്ടിട്ട് അതിൽ മീനിട്ടിട്ട് കഴുകുമ്പോൾ നല്ല മീൻ നല്ല ക്ലീൻ ആകും കേട്ടോ. നല്ല ആ ഒരു ഇല്ലെങ്കിൽ മീൻ എന്തോ ഇങ്ങനെ ഡ്രൈ ആയ പോലെയല്ലേ ഉണ്ടാവില്ല നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സും നമുക്ക് ഫീലാകും. അപ്പോൾ ഇതാ നമ്മളെ മീനെല്ലാം നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി തക്കാളി സംഭവങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കലാണ്. അപ്പോൾ ഇവിടെ എന്താണ് കുറച്ചല്ലേ മീനില്ല, അതുപോലെ തന്നെ കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ ചെറിയൊരു ഉള്ളി, ചെറിയൊരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊന്ന് കട്ടാക്കി എടുക്കലാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കൂടുതൽ ആർക്കും എരിവൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എരിവെല്ലാം കുറച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കറിയെല്ലാം റെഡിയാക്കൽ. കാരണം പ്രത്യേകിച്ച് നമ്മൾ മക്കൾസിന് കൊടുക്കുന്നതല്ല, അപ്പോൾ അവർക്ക് കൂടുതലും എരിവെല്ലാം ഇല്ലാത്തതാകുമ്പോൾ അവർ നല്ലപോലെ കഴിക്കൂലും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എരിവെല്ലാം കുറച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ നമ്മൾ മത്തിക്കറിയിലേക്ക് എന്താണ് ചെറിയൊരു തക്കാളി, ഉള്ളി, 2 പച്ചമുളക്, പിന്നെ നമ്മളെ വെളുത്തുള്ളി, അപ്പോൾ അതെല്ലാം ഒന്ന് ചതച്ചെടുക്കലാണ്. അപ്പോൾ അതെല്ലാം എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളെ മീൻ നല്ല പോലെ കഴുകി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഇത് ആ ഒരു ഉപ്പിട്ടിട്ട് ഇങ്ങനെ പെരക്കി കഴുകുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും ഫീലാവും, നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു മീൻ കഴിക്കുമ്പോൾ. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് ഉമ്മ കുറച്ച് ബീഫ് കറിയും ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. കാരണം കപ്പയിൽ ആ ഒരു ബീഫ് കറിയും നല്ലൊരു കോമ്പിനേഷനല്ലേ. അപ്പം മീൻ കറിയൊന്നും വലിയ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ബീഫ് കറിയും കൂടി അങ്ങനെ റെഡിയാക്കിയതാണ്. ഇതാ നമ്മൾ മീൻ കറിയിലേക്ക് നമ്മളെ ചട്ടി ഒന്ന് ചൂടാക്കുക, 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലും അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മളെ കടുകും കൂടി പൊട്ടിച്ചതിന് ശേഷം നമ്മളെ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ മീൻ കറി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. ആ ഒരു കടുകും ആ ഒരു ഉലുവയെല്ലാം ചേർത്താൽ അതിൻ്റെ എല്ലാം ആ ഒരു ഉലുവേൻ്റെ എല്ലാം സ്മെല്ലെല്ലാം വന്നിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ മീൻ കറി കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ബാക്കി കട്ട് ചെയ്ത ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മത്തിക്കറിയിലൊന്നും ഇഞ്ചിയൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറേ ആ ഒരു ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഇഞ്ചി മത്തിക്കറി അങ്ങനത്തെ ഇതിലൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക. പുളി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പുളിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാങ്ങപ്പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ മുളക് മല്ലിപ്പൊടി മിക്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ആ ഒരു പച്ചമണലൊന്ന് മാറി കിട്ടുന്നത് വരെ.
ഇതാ നമ്മൾ ആ ഒരു ഗ്രേവി നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഉമ്മ ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഗ്രേവി തിളക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്താണ് കൂടുതൽ ഇങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു തിളയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ മീനെല്ലാം നല്ല പോലെ അങ്ങ് കുക്കായി വന്നോളും. അപ്പോൾ ഇതാ നമ്മളെ മീൻ കറി അങ്ങനെ റെഡിയായി. ഇതാ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കപ്പനെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കപ്പ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളമെല്ലാം കംപ്ലീറ്റ് അങ്ങ് ഊറ്റിക്കളയലാണ് കേട്ടോ. ഒന്നിക്കലൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു കപ്പ ഇങ്ങനെ ഉടക്കാണ്ട് ആ ഒരു ഒരു പീസ് പോലെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇതുപോലെ ഉടച്ച് നല്ല അതിനെ സെറ്റാക്കി എടുത്താലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇതാ അതിലേക്ക് നമുക്ക് നമ്മളെ കടുകും ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചു കൊടുക്കലാണ്. നമ്മളെ കപ്പ ജസ്റ്റ് ഒന്ന് കാച്ചി കൊടുക്കുക, എന്നാലാണ് നല്ലൊരു സ്മെല്ലും ഇതെല്ലാമായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക, പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നേരെ നമ്മളെ കപ്പയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കലാണ്. അതിനുശേഷം ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കറിയൊന്നും കൂട്ടാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മളെ ഇല പാറാനായിട്ട്. അപ്പോൾ ഇതാ ഇലയെല്ലാം ഒന്ന് പാറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കപ്പയിലൊന്ന് അതിൽ വിളമ്പിയെടുത്ത് ഇനിയിപ്പോൾ നമ്മളെ കറിയും അതിൻ്റെ മുകളിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇത് കാണുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ കപ്പയും മത്തിക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ കപ്പ ബീഫ് അങ്ങനത്തേതിനേക്കാളും കൂടുതൽ ഇങ്ങനെ കപ്പയും മത്തിക്കറിയും കഴിക്കുന്നതിനോടാണ് ഇഷ്ടം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ കൂടുതൽ കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല, എന്നാലും ഇങ്ങനെ ടേസ്റ്റെല്ലാം നോക്കി അങ്ങനെയെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇത് അത്യാവശ്യം നല്ല പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പൂൺ എടുത്തതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ആയിഷുവും ഇവിടെ അടുത്ത് തന്നെയുണ്ട്. പിന്നെ ഹംദാനും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനത്തേതിനോടൊന്നും. ആയിഷുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കപ്പയും ഇങ്ങനെ കറിയെല്ലാം കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മഴക്കാലത്തെല്ലാം കപ്പയും ഇങ്ങനത്തെ കറിയും പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സുലൈമാനിയെല്ലാം നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്ളോഗായിട്ട് വരാം.